السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. മദദ് ഖുർആൻ ക്ലാസ് സൂറത്ത് മറിയം 2 ആയത്തിനങ്ങ അർത്ഥ സമയത്ത് അതിലോതര രീതി വിവരിച്ചത്. ഇനി അതിനപ്പുറത്തെ 3-ഉം 4-ാമത്തെ ആയത്തായിട്ട് ഇന്ത്യനങ്ങ് വിവരിക്കുന്നത് മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ സംഭവമായിട്ട് തുടക്കത്തിൽ ചൊല്ല്. സക്കരിയ നബി അലൈഹിസ്സലാമുക്ക് ഞങ്ങ ചെയ്ത നിഅമത്ത്, ഞങ്ങ ചെയ്ത റഹ്മത്ത്, അതിന്റെ വിഷയത്തായിട്ട് ചൊല്ല് ചെന്നിട്ട് കഴിഞ്ഞ ആയത്തിൽ ഞങ്ങൾ ദിക്റു റഹ്മതി റബ്ബിക അബ്ദഹു സക്കരിയ. ഇനി 3-ാമത്തെ إذ نادى ربه نداء خفيا. إذ نادى മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാം വിളിച്ചിട്ട്, നാദ എന്നതിന് നേരത്തെ വിളിച്ചിട്ടുണ്ടായിട്ട് ഇവിടെ സക്കരിയ നബി അലൈഹിസ്സലാം ദുആറത്ത് റബ്ബഹു, സക്കരിയ നബി അലൈഹിസ്സലാമിയുടെ റബ്ബുടൊട്ടിക്ക് അള്ളാഹുടൊട്ടിക്ക് ദുആറത്ത് നിദാ അന്ന് ഹഫിയ. ഇവിടെ വിളിച്ചത് അത് ഹഫിയായി മറഞ്ഞിട്ടായിരിക്കും വെച്ചെങ്കിൽ പാതിജാവ് സിറായിട്ട് രഹസ്യമായിട്ട് ആൾമാർ എതിർലല്ല, ഒണ്ടിയായി അത് സക്കരിയ നബി അലൈഹിസ്സലാം ജാവ് ഗണിച്ചിട്ടായിട്ട് അള്ളാഹുറട്ടി ദ്വാരുന്നത്. ഒന്ന്, അത് ദ്വാക്ക് ഏറ്റവും ഉത്തര കിട്ടുന്ന സമയമായിട്ട് പാതിജാവ് മനുഷ്യന്മാരെല്ലാം ഉറങ്ങിക്കിടക്കുന്ന നേരത്ത് അള്ളാഹുറട്ടി ദ്വാരക്കിടെ ചൊല്ലത് ഉത്തര കിട്ടത് കാരണമായിട്ട്. പിന്നെ ആൾമാർ എതിർലല്ലാണ്ട് ഇങ്ങനെ സിറായിട്ട് ദ്വാരുന്നത് അത് ഇഖ്ലാസ് കൂടുതൽ കിട്ടവും കാരണമായിട്ട്. അപ്പൊ സക്കരിയ നബി അലൈഹിസ്സലാം അള്ളാഹുറട്ടിയ ദ്വാരത്ത് റബ്ബുടട്ടിക്ക് രഹസ്യമായി ദ്വാരുന്ന സമയത്ത് സക്കരിയ നബി അലൈഹിസ്സലാം അള്ളാഹു തആല ചെയ്ത നിഅമത്തിനെ ചൊല്ല് എന്തായിട്ട് ദ്വാരുന്നത് അടുത്താക്കുന്നത്. قال رب إني وهن العظم مني واشتعل الرأس شيبا ولم أكن بدعائك رب شقيا. മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാം ചൊല്ല്, قال رب إني وهن العظم مني, പടച്ചവനെ എൻ്റെ മുള്ളുകല്ല ബലം കുറഞ്ഞു വന്ന് നിനക്ക് വയസ്സായിട്ട് നടക്കും. വസ്താല റഅസു ശൈബൻ, തലമുടിയല്ല പൽത്തിട്ട്, തലയുടെ മുടിയല്ല പൽത്ത്. വലം അക്കും ബിദുആഇക റബ്ബി ശഖിയ, നിന്റെ ഒട്ടിಗೆ ദ്വാരന്നിട്ട് ഒരിക്കലും ഞാൻ ഹായിബായിട്ടില്ല റബ്ബേ. ഞാൻ നക്ക് നീ ദ്വാരന്നതല്ല നീ തന്ന്, നക്കിന്റെ ദ്വാരക്ക് ഉത്തരായി തന്നില്ല, ഞാനതാ നിന്റെ ഒട്ടിಗೆ ഇപ്പോൾ ദ്വാരന്നോട്ടില്ല എന്ന് ചൊന്നിട്ട് മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാം ദ്വാരന്ന സംഭവമായിട്ട് അതിനപ്പുറം ചൊല്ല്. അപ്പൊ ഈ ആയത്ത് ഇൻഷാ അല്ലാഹ് ബാക്കി എന്തിനായിട്ട് നമുക്ക് മുന്നത്തെ ക്ലാസ്സിൽ കഥ കൊടുക്കാം. അപ്പൊ 2 ആയത്തായിട്ട് ഞാനിപ്പോ വിവരിച്ചത്. ഇൻഷാ അല്ലാഹ് ആയത്തിൽ ഒന്നും കൂടി ഓതിയിട്ട് അതിലെ ചില നിയമങ്ങളെല്ലാം ചൊല്ലാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إذ نادى ربه نداء خفيا قال رب إني وهن العظم مني واشتعل الرأس شيبا ولم أكن بدعائك رب شقيا. صدق الله العظيم. إن شاء الله ചില നിയമങ്ങൾ നമുക്ക് നോക്കാം. إذ نادى ചൊല്ലുമ്പോൾ നാം ഞാൻ ക്ലാസ്സിൽ ചൊന്നല്ലേ അല്ലേ, നാവിടെ കൂടി പല്ലുടെ കൂടിക്ക് തട്ടിട്ട് പിന്നെ ഒരു യാ എഴുതിട്ട് അരിപ്പൊട്ടത്. അതായത് ഇതിലെ തെല്ല് നീട്ടണം എന്നാണ്. നാദാ തെല്ല് നീട്ടും. ഹൂണ്ടെല്ലിയോടെ നോക്കുന്നു, ഹൂണ്ടെല്ലിട്ട് ചെറിയ വാവും തെല്ല് നീട്ടണം. ربه نداء خفيا نداء എന്നതിവിടെ നീ ദ നീട്ടണം.
നെക്സ്റ്റ് അംസ് വന്നത് കൊണ്ടുതാ യാറ നീട്ടണമെന്ന് കൊടുത്തത്. അപ്പോൾ അരിഫിൽ പിന്നെ അംസ് വന്നത് ഇത് ഒരേ പദത്തിൽ വന്നത്. അപ്പൊ ഞങ്ങൾ മുന്നത്തെ ക്ലാസ്സിൽ വിശദീകരിച്ചായിട്ട് നിദാ മദ്ദക്ഷരത്തിൽ അംസ് വന്നെങ്കിൽ ಅದಕ್ಕೆ ಮದ್ದು ಮುತ್ತಸಿಲ್ತುಂಡು ಅದೇ ಪದത്തിൽ വന്ന് ഏഴ് അർത്ഥത്ത് വരെ ഇതിനെ നീട്ടണം. ഇതിനെ നീട്ടൽ നിർബന്ധമായിട്ട് അൻ എന്നത് നോക്കറുള്ള അതാ ഇത് ഇങ്ങനെ ഇട്ടിട്ട് ഒരേപോലെ എന്താ ഒന്നും പെടുക ഈ തൻവീനിട്ടത് ഇങ്ങനെ ജണ്ട് ഒരേ ലെവലുണ്ട് നോക്കൂ. ഒന്ന് മുന്നൊരു കറവില്ല. ഇത് ഇത്രമേ വലിയ ഒരേ ലെവലിൽ ഇങ്ങനെ ഇട്ടെങ്കിൽ ആ തൻവീന് വ്യക്തമായിട്ട് കേൾക്കണം. ഖഫിയ്യൻ എന്നുണ്ട്. ഞങ്ങൾ ഇപ്പാട്ടുമ്പോ ഖഫിയ്യ ബായ് ഒറുക്കമേ മുച്ചവും തീര ഒറുക്കമേ ബായ് പൊട്ടുപൊടുക്കും തീര. റബ്ബിന്റെ എന്തിയോടെ നീ നോക്കൂ. റബ്ബിന്റെ എന്തിയോടെ നമ്മ റബ്ബിന്റെ എന്തിയോടെ എന്താ റബ്ബി അല്ലേ? റബ്ബി ഇത് റബ്ബി പിന്നെ യായിട്ടുണ്ട്. പക്ഷെ ഇവിടെ നീട്ടൊക്കെ യായിട്ടില്ല, അതുകൊണ്ട് നീട്ടകില്ല. ഇങ്ങനെ ഇല്ലേ റബ്ബി. അപ്പൊ നീട്ട് കിട്ടിയ റബ്ബിന്റെ ആവത്തില്ല. قال رب إني وهن العظم مني واشتعل الرأس شيبا ولم ഷൈബൻ ഇന്നിട്ട് അവിടെ നോക്കുന്ന ഷൈബൻ ബന്യ നിനക്ക് തന്നെ വേണ്ടിട്ട് നോക്കുന്ന ഒന്ന് ഇത് ഒന്ന് മുന്നൂറ് ഒന്ന് കയറും നേരെ അതിന് മേല് ഷൈബൻ എന്നതിന് നേരെ മേലുണ്ടല്ലോ. ഞാൻ പാട്ട് എഴുതിയ നിദാ അല്ലെ നിദാ അത്ര നോക്കൂ. എന്താ ഇത് രണ്ടും ഒരേപോലെ. ഇത് ഒന്ന് മുന്നൂറ് ഒന്ന് കയറും. അപ്പൊ ഇങ്ങനെ ഇട്ടത് കറക്റ്റ് തന്മീന് നൂന് കേൾക്കുന്നു. ഇത് കേൾക്കില്ല. ഷൈബൻ വാ അല്ലേ നെക്സ്റ്റ് ഇല്ലേ. അപ്പൊ അക്കും എൽജട നീ നോക്കത് അക്കുൻ എൽജട മീൻ കൊടുത്തത്. അതായത് ഈ നൂന് എന്താവുന്നത് നൂന് കേട്ടില്ല. ഇത് മീൻ ഇക്കലാബ്ദം അക്കും എന്ന് ഉദരണം. കാരണം നെക്സ്റ്റ് ബാ ആയതുകൊണ്ട് നൂനുക്ക് സുക്കൂൻ വന്നിട്ട് നെക്സ്റ്റ് ബാ വന്നെങ്കിൽ ഇക്കലാബ്ദുണ്ട്. വലം അക്കും അവിടെ അങ്ങനെ മദ് മുത്തസിൽ ഏലർക്കത്ത് വരെ നീട്ടാം. റബ്ബി ഷഖിയ്യ. അപ്പോ രണ്ട് ആയത്തായിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന് വിവരിച്ച് മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാം പാതിജാവുദിച്ച് രഹസ്യമായി അള്ളാഹുടേക്ക് ദ്വാര പടച്ചവനെ നിന്റെ ഒട്ടുക്ക് ദ്വാ എന്നിട്ട് ഇത്രത്തോളം ഞാൻ ഹായിവായിട്ടില്ല. നക്ക് നീന് ദ്വാത്ത് ഉത്തരല്ല തന്നിട്ട് അതാ എൻ്റെ ഒരു ആവശ്യം ഉണ്ട് എന്നിട്ട് മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാം അള്ളാഹുടൊട്ടിക്ക് വിളിച്ചു ദ്വാ എന്നൊരു ദ്വാ. ഇൻഷാ അല്ലാഹ് അത് എന്തിനെ പിന്നെ താഴത്തിൽ നമുക്ക് വിശദീകരിക്കാം. അപ്പൊ ഞങ്ങളെ ക്ലാസ്സിലുള്ള ആളുമാർ ഈ ആയത്ത് രണ്ട് ആയത്തായിട്ട് ഓദിക്കേണ്ടത്. അതപ്പോൾ ക്ലാസ് ശരിയായി കാത് കൊടുത്ത് മനസ്സിലാക്കി ഇൻഷാ അല്ലാഹ് ബാക്കി എൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ചൊല്ലറു. പിന്നത്തെ ക്ലാസ്സിൽ ഞാൻ വിശദീകരിക്കുക. അള്ളാഹു കാത് കൊടുത്ത് എല്ലാവർക്കും ഹൈറ് പ്രദാനം ചെയ്യട്ടെ. നിങ്ങൾ ഈ ക്ലാസ് മറ്റുള്ളവർക്ക് നിങ്ങൾ തോട്ടി കൊടുക്കണം. ദുആ വസിയത്തോടു കൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.